ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യൻ ചുരുക്കി വെക്കും. മോനെ കേശവ, ഓ എത്രയുണ്ട് ദുട്ടാ? ആ ദുട്ട് 2450. 2450 തന്നല്ലേ 2450? എന്റെ പൊന്നെ. എടാ ഇനിയിപ്പോ കരകാറ്റിയെങ്ങാനും അമ്മൂമ്മ അടുത്ത് പറഞ്ഞു കൊടുത്തു കാണോ? ഏയ് പേടിച്ചിട്ട് പറഞ്ഞു കൊടുക്കൂല. നീ പറഞ്ഞു കൊടുക്കൂ? പറയാൻ പറ്റില്ല, രണ്ടും ഭയങ്കര സെറ്റാ. നമ്മളിപ്പോ തമാശക്ക് അമ്മൂമ്മയുടെ അടുത്ത് ആന്റീനെ പറ്റി എന്തെങ്കിലും പറഞ്ഞു കൊടുത്താണ്ടല്ലോ, നേരെ ഇരുട്ടി വെളുക്കുന്നതിന് മുന്നേ അമ്മൂമ്മ അത് ആന്റിയുടെ ചെവിയിൽ എത്തിച്ചിരിക്കും. തിരിച്ചു അതുപോലെ തന്നെ ആന്റീനെ പറ്റി അമ്മൂമ്മ അടുത്ത് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലും അങ്ങനെ തന്നെ. നീ ഒരു കാര്യം ചെയ്, നൈസായിട്ട് കനകാന്റീനെ വിളിക്കും. ചേച്ചി വിളിച്ചില്ലേ? ഇല്ല. ഇതുകൊണ്ടാണ് ഞാൻ ചെവി മൊത്തെടുത്തത്. നിന്റെ ഒടുക്കത്ത ധരവിളി പയ്യെ വിളിച്ചാ പോരെ, കേക്കൂലേ? പിന്നെ അടുക്കളയ്ക്ക് നാളെ ഞാൻ എങ്ങനെ വിളിക്കണം? മന്ത്രം ചൊല്ലുന്നതിന് വിളിക്കണോ? എടാ ഈ അടുക്കള എന്ന് പറയുന്നത് ഈ കാണുന്നതല്ലേ, എനിക്ക് ഇത്ര ഉറക്കം വിളിക്കണം എന്തിനാ? പയ്യെ വിളിച്ചാലും മതി. என்னடா கேசு, என்ன லட்சு? என்னடா நீங்க ரெண்டு பேரும் இப்படி என்ன முறைச்சு பாக்குறீங்க? நிஜமா சொல்றேன், நான் அம்மா கிட்ட ஒண்ணுமே சொல்லல. ആന്റി, ഞങ്ങൾ ആന്റി അടുത്ത് എന്തെങ്കിലും ചോദിച്ചാ? இல்ல. പിന്നെ എന്തിനാണ് ഇപ്പൊ ഒരു കാര്യമില്ലത്? നിജമാ അമ്മക്കിட்ட ഒന്നും சொல்லலன்னு சொன்னே. நீங்க முறைச்சு பார்த்தப்போ நீங்க என்ன சந்தேகப்படுறீங்கன்னு எனக்கு தெரிஞ்சது. ആന്റിങ് വന്നേ. எதுக்கு? ഇരി ആന്റി. ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കല്ലേ. വാ 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 വാ. കനാൻഡി, കനകാൻഡി പ്രതിയാവും. நானா? நான் என்ன செஞ்சேன்? ഞങ്ങളെ ചതിച്ചാ ഞങ്ങളും തിരിച്ച് ചതിക്കും. நான் ஏமாத்த மாட்டேன். മധുര മീനാക്ഷി അമ്മയെ തൊട്ട് സത്യം ചെയ്യും. ஐயோ அப்படியெல்லாம் சத்தியம் போடக்கூடாது. അങ്ങനെയാണെങ്കിൽ ആന്റി പ്രതിയാവും. ஐயோ நான் അതും ചെയ്യും. மதுர மீனாட்சி அம்மா சத்தியமா? അമ്മ കിട്ട நான் அம்மா கிட்ட சொல்ல மாட்டேன். എന്തോ പറഞ്ഞേ? അമ്മയോട് പറയത്തില്ലെന്ന് മധുര മീനാക്ഷിയെ തൊട്ട് സത്യം ചെയ്ത എന്തോന്ന് ഇപ്പൊ പറയണം. அது அம்மா வந்து എന്തോന്ന് പോയി? കനകാന്റിക്ക് മധുര പോണെന്ന്. എന്തിനാ ഇപ്പൊ മധുര പോന്നേ? അത് അമ്മൂമ്മ അടുത്ത് പറയാൻ പറ്റൂലെന്ന്. അതായത് കനകാന്റി മധുരയെ പോണ കാര്യം അമ്മൂമ്മ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മൂമ്മ കനകാന്റിയെ മധുര വിടത്തില്ലല്ലോ. വിടൂലല്ലോ. അപ്പോ അതുകൊണ്ട് കനകാന്റി പോണ കാര്യം പറയരുതെന്ന് സത്യം ചെയ്തത്. അല്ല, എന്നോട് പറയരുതെന്ന് പറഞ്ഞ് നിങ്ങളോട് പറഞ്ഞ കാര്യം നിങ്ങൾ എന്നോട് പറയാതിരിക്കുന്നതല്ലേ സത്യം ചെയ്യുന്നത്? അത് തന്നെ, അമ്മൂമ്മ അടുത്ത് പറയരുതെന്ന് പറഞ്ഞ് നമ്മുടെ അടുത്ത് പറഞ്ഞ കാര്യം സത്യം ചെയ്യേണ്ടത് അമ്മൂമ്മയാണല്ലോ. അതെ അതെ, അമ്മൂമ്മയാണ് സത്യം ചെയ്യേണ്ടത്. അപ്പൊ അമ്മൂമ്മ എന്താ സത്യം ചെയ്തത്? അല്ല, അമ്മൂമ്മല്ലേ നമ്മളാണ് സത്യം ചെയ്യേണ്ടത്. അല്ല, കനകാന്റിയാണ് സത്യം ചെയ്തത്. എന്തോന്ന് കനകാന്റി ഇത്? അല്ല അല്ല, കനക എന്തിനാ ഇപ്പൊ സത്യം ചെയ്ത്? കനകാന്റി എന്തിനാ ഇപ്പൊ സത്യം ചെയ്ത്? എന്താ ചെയ്ത്? കനകാന്റിയുടെ കാര്യം ചില സമയം ഇങ്ങനെ വെറും രൂപ. അതെ പാവം. എന്തെങ്കിലും പറഞ്ഞാലേ ഒന്നും മനസ്സിലാവാത്ത പോലെ ഇങ്ങനെ ചിരിച്ചോണ്ടിരുന്നോളൂ. അമ്മൂമ്മ, നമുക്കിന്ന് വൈകിട്ടേ എന്തേലും എരിവും പുളിയൊക്കെ ഉള്ളത് കടിച്ച് പറിച്ചാലാ? കുറച്ചായി കടിച്ച് പറിച്ചിട്ട്. കുറച്ചോ? കൊറേയായി. അല്ല, ഇപ്പൊ ആരാ പറഞ്ഞ കടിച്ചു പറിക്കണ്ടെന്ന്? അതാ നമ്മുടെ ഈ സാമ്പത്തിക സ്ഥിതിയൊക്കെ കുറച്ച് ഡൗൺ ആണല്ലോ. അപ്പൊ പിന്നെ ഒന്ന് ഇങ്ങനെ ടൈറ്റ് ആയിട്ടിരിക്കുന്ന സ്ഥിതിക്ക് അത് നീ അങ്ങ് പിടിച്ചങ്ങ് ലൂസാക്ക്. ഓക്കെ, ലൂസാക്കാം. അമ്മൂമ്മയുടെ കാശല്ലിരിക്കണ അമ്മൂമ്മ. എന്റെ 10ന്റെ പൈസ ഇല്ല. എന്തോ അമ്മൂമ്മ വെറുതെ എച്ചിക്കണക്ക് പറയാതെ കാശിന് മാറി എറിയേ. മിക്കവാറുവേ നിന്നെ ഞാൻ അടുത്ത് എറിയും. പടവലത്തുനിന്നേ ഇഞ്ചിയുടെയും തേങ്ങയുടെയും കാശ് കിട്ടിയിട്ടില്ല. കുരുമുളക് പറിക്കാനാണെങ്കിലേ പൈസ ഇല്ലാത്തോണ്ട് പറിക്കാതെ വെച്ചേക്കുവാ. 10,000-3000 രൂപ വേണ്ടത് പറിപ്പിക്കണമെങ്കിൽ. ഈ ടിന്നേ, ഈ നമ്മുടെ ഈ തേങ്ങ ആട്ടിയ വെളിച്ചെണ്ണ ഇടുന്ന ടിന്നില്ലേ, വലിയ ടിന്ന്, അത് മേടിക്കാനുള്ള പൈസ എന്തായിരുന്നു?
അത് മേടിക്കാനുള്ള പൈസ ആയിട്ടില്ല. ആയിട്ടില്ല അല്ലേ? ശരി ശരി, ആവൂല ടിന്നെ ടിന്നെ എന്നെ കൊണ്ടേ കൂടുതലൊന്നും പറയിപ്പിക്കല്ലേ. ഞാൻ വല്ലതും പറഞ്ഞാ കൂടി പോകും കേട്ടോ. ആ ഇരിക്കുന്നുണ്ടില്ലയോ? ട്യൂഷൻ കഴിഞ്ഞ് വന്നോ ചേച്ചി? ചേട്ടാ വിശക്കുന്നു, എന്താ കഴിക്കാനുള്ള? അയ്യോ, സ്ഥിരം സാധനം, ചോറും സാമ്പാറും. ദാരിദ്ര്യം. മനസ്സ് വെച്ച വേണമെങ്കിൽ മാറ്റി പിടിക്കാം. എപ്പൊ മനസ്സ് വെച്ചെന്ന് ചോദിച്ചാ മതി. ആ എത്തിയാ പഠനമൊക്കെ കഴിഞ്ഞ്? എന്താ പഠിപ്പിച്ചേ? അതൊക്കെ ഇവിടെ നിങ്ങൾ രണ്ടുപേരോട് ഇവിടെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേച്ചിൽ പോയിട്ട് അമ്മൂമ്മയെ തൂക്കിയെടുത്തോണ്ട് വരാം. ഞങ്ങൾ തമ്മിൽ എന്ത് സംസാരിച്ചോണ്ട് നിൽക്കാൻ? ഒന്ന് തല്ലുണ്ടായിക്കണ്ടില്ലെന്ന് പറവി. നിനക്ക് സ്പെഷ്യൽ വേണമെന്ന് പറഞ്ഞ നീ അടി ഉണ്ടാക്ക്. ചേച്ചി തരാൻ പറ്റൂലെന്ന് പറഞ്ഞ അടി ഉണ്ടാക്ക്. കേശുവേ, ഓ നീ അമ്മൂമ്മയുടെ അടുത്തേക്കാണ് പോണത്. അമ്മൂമ്മയുടെ അടുത്തോട്ടല്ലേ? എന്താ ചേച്ചി പ്രശ്നം? നിന്റെ ചേട്ടനെന്ന് അമ്മൂമ്മയുടെ പൊതിരെ മേടിക്കും. ചേച്ചി ചേച്ചി എന്താ ഇങ്ങനെ പറയുന്നേ? ഞാൻ എന്തെങ്കിലും പറഞ്ഞ ചേച്ചി എന്തെങ്കിലും മേടിച്ചു തരുമോ? മറ്റുള്ളവർക്ക് എന്ത് വേണേലും മേടിച്ചു കൊടുക്കാം, അതിനൊരു കുഴപ്പമില്ലല്ലോ ചേച്ചിക്ക്. അല്ല, നീ ഇതൊക്കെ ഇപ്പൊ എന്റെ അടുത്ത് പറയാൻ കാരണം? ചേച്ചി ആക്ടിങ് കേശോടെ പറഞ്ഞിട്ട് പോയത് കണ്ടില്ലേ? ഓ, അഭിനയായിരുന്നല്ലേ. കണ്ടിന്യൂ. ചേച്ചി എപ്പോഴും സാമ്പാറും ചോറ് മാത്രമേ ഉള്ളോ? വേറൊന്നുമില്ലേ? സ്പെഷ്യൽ എന്തെങ്കിലും മേടിക്ക്. അങ്ങോട്ട് പറ. എന്താടേ പാറുവേത്? എനിക്ക് സ്പെഷ്യൽ വല്ലതും വേണം ചേട്ടാ. ചേട്ടാ, ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിൽ വന്ന് കേറി ഓട്ടന്നെ തുടങ്ങിയാണല്ലോ അല്ലേ കനാൻഡി? ഇപ്പൊ എന്തിനാണ് നിനക്ക് സ്പെഷ്യൽ വേണോ? ചേട്ടാ, മറ്റുള്ള പിള്ളേരൊക്കെ ട്യൂഷൻ കഴിഞ്ഞ് ചെല്ലുമ്പോ അവരുടെ വീട്ടിൽ എന്തൊക്കെയാ ഉണ്ടാക്കി വെച്ചേക്കുന്നതെന്ന് അറിയോ? അതെ, ആനമുട്ടയും കുതിരമുട്ടയും കുതിരയിറച്ചിയൊക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ടാവും. உனக்கு ஸ்பெஷலா நூடுல்ஸ் ഉണ്ടാക്കി കൊടുക്കട്ടാ? എപ്പോ നോക്കിയാലും നൂഡിൽസ്. ഞാൻ എന്ത് പറഞ്ഞാലും നൂഡിൽസേ ഉള്ളു ഇവിടെ. പൊന്നുമക്കളെ, ഇവിടെ ഉള്ളതല്ലേ ഉണ്ടാക്കി തരാൻ പറ്റുള്ളൂ. അത് തന്നെ. പാറു, എന്താ മക്കളുടെ പ്രശ്നം? ഞാൻ ഒന്നും മിണ്ടാത്തതാണ് പ്രശ്നം. കൊച്ചു കുട്ടിയാണെങ്കിലും വലിയവരെ പോലെ അങ്ങ് പെരുമാറിക്കോണം. എന്റെ പാറു, നീ ആദ്യം ഒന്ന് അടങ്ങ്. ഇവിടെ മനുഷ്യന്റെ 5 പൈസ ഇല്ല, അതുകൊണ്ടൊന്നും മേടിച്ചു തരാത്തെ. മക്കളെടാ, എനിക്കും മക്കൾക്ക് സാധനമൊക്കെ മേടിച്ചിടണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എന്റെ കയ്യിൽ പൈസ ഇല്ല, അറിയാലോ. ഇപ്പൊ ഉച്ചക്കത്തെ ചോറിരിപ്പുണ്ട്, ചെന്ന് കഴിക്കിപ്പോ. എനിക്ക് വേണ്ട. உனக்கு டீயும் பிஸ்கட் கொடுக்கட்டா? ഉണങ്ങിയ ബിസ്ക്കറ്റ് എനിക്ക് വേണ്ട. அப்படின்னா சுடு சுடா உப்புமா செஞ்சது கொடுக்கட்டா? എന്തിന്? നെഞ്ചരിഞ്ഞ് ചാവാനാ? പാറുവേ, ഇത്ര വാശിയുടെ ആവശ്യമൊന്നുമില്ല. അമ്മൂമ്മ പറ്റുവാണെങ്കിൽ ഒക്കെ എന്തെങ്കിലും മേടിച്ചു കൊടുക്കും. മക്കളെ, ഉച്ചക്കലത്തെ ചോറിരിപ്പുണ്ട്. അമ്മൂമ്മ പെരട്ടി മൂക്ക് വാരിത്തരാം. എനിക്ക് വേണ്ട. അമ്മൂമ്മ, ഒരു 500 രൂപ ഇങ്ങോട്ട്. എന്തുവാ? കൊച്ചിനെന്തെങ്കിലും മേടിച്ചു ഒരു 500 രൂപ. നീ എന്തോ പറഞ്ഞ? 500 രൂപയോ? 5 രൂപ ചോദിക്കുന്നല്ലോ 500 രൂപ എന്നൊക്കെ പറയുന്നത്. 500 രൂപ ഒന്നും കണ്ട കാലം പറഞ്ഞു. എന്റെ അല്ലെങ്കിൽ 10 പൈസ എടുക്കാനില്ല. ഒരു 200 രൂപ. 200 പോയിട്ട് 100 രൂപ എന്റെ കയ്യിൽ എടുക്കാനില്ല. 100 രൂപ പോലും എടുക്കാനില്ല. ആ, ഇരിക്കുവോ? എടുത്ത് വെച്ചേക്കോ. എന്റെ കയ്യില് 10 പൈസ എടുക്കാനില്ല. $2450. പൂഴ്ത്തി വെച്ചിട്ട് 10 പൈസ എടുക്കാനില്ലെന്ന്. കൊടുക്കാം.